ഡയോണീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടലക്കറിയാണ്. കടലക്കറി വേവിക്കുന്നതിനുള്ള ചേരുവകൾ: സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, തേങ്ങാപ്പാല്, കറി മസാല. നമുക്ക് ഇത് കറി വയ്ക്കാൻ വരിക. നമ്മൾ കറി വയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പാത്രം അടുക്കി വെച്ച് ഈ എണ്ണ ഒഴിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള എണ്ണ ഒഴിച്ച് ഇനി അല്പം കടുക് ഇടണം. കടുകിട്ട് കടുകിട്ട് വറ്റൽമുളകിട്ട് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇട്ട് കറിവേപ്പില, അടുത്തതായി നമ്മൾ സവാള ഇടുകയാണ്. സവാള ഒന്ന് വാടുമ്പം തക്കാളിക്ക് പച്ചമുളകും ഇടാം. സവാള ഒന്ന് വാടുമ്പോൾ തക്കാളിക്കും പച്ചമുളകും ഇടുകയാണ്. അതിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴാണ് കടല ഇടേണ്ടത്. ഇതിലോട്ട് അല്പം ഉപ്പൊഴിക്കുക. ഇത് നല്ലതുപോലെ വാടിയതിന് ശേഷം കടല ഇടാം. ഇത് ചെറിയ തീയിലിട്ട് വേണം വാട്ടാനുള്ളത്. വാടിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടാം. ഇനി ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കടല എടുത്തിട്ടാം. ഇനി നമുക്ക് കടല ഇടാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിന് വേണ്ടുന്ന പൊടികൾ ചേർക്കാം. ഇനി നമുക്ക് കടലയ്ക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി, അടുത്തതായി മല്ലിപ്പൊടി 3 സ്പൂൺ മല്ലിപ്പൊടി. അടുത്തതായി മുളക് പൊടി പച്ചമുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. നമുക്ക് ഈ കടല വേവിച്ച് വെച്ച വെള്ളം ഇതിലോട്ട് ചേർക്കാം. അല്പനേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാലും കറി മസാലയും ചേർത്ത് ഇറക്കാം. ഇനി നമ്മുടെ കടലക്കറി വാങ്ങാറായി. അവസാനമായി തേങ്ങാപ്പാലും ഒഴിച്ച്
അല്പം കറി മസാലയും ചേർത്ത് ഇളക്കുകയാണ്. നമ്മുടെ കടലക്കറി റെഡിയായി. കൂട്ടുകാരെ, നമ്മുടെ കടലക്കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഇതേപോലെ വെച്ച് നോക്കണം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും രായോണീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം.